കാര്യങ്ങൾ നേരെയാക്കാൻ പരമാവധി ശ്രമിച്ചു. കഴിഞ്ഞില്ല. എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും കുറ്റക്കാരനായി കഴിയാനാവും വിധി. വരട്ടെടാ. നെല്ല് താലപ്പൊലിയും പഞ്ചവാദ്യമൊക്കെ വെച്ച് ഗംഭീരമായ ഒരു യാത്രയപ്പ് സൽക്കാരം നിനക്ക് നടത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഇനി പിന്നെയാവാം. എന്തായാലും എനിക്ക് സന്തോഷമായടാ. ഒരു തെരുവ് പട്ടിയെ പോലെയല്ലേ നിന്നെ അവർ ഇവിടുന്ന് പടിയിറക്കി വിട്ടത്. ആ സീൻ നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. എടാ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുന്നൊരു ചൊല്ലുണ്ട്, ഓർത്തോ? ഇനി മുതൽ ഞാൻ ഇവിടുത്തെ കിങ് ആടാ, കിങ്. ഇങ്ങനെയെങ്കിലും നിന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ല. നന്ദിയുണ്ട് എല്ലാ സഹായത്തിനും. ജീവിതത്തിൽ ഒരിക്കലും ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, ശങ്കരൻകുട്ടി എന്ന നല്ല സുഹൃത്ത് എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഓ, പുതിയ നമ്പർ അല്ലേ? ഇടത്താനെ വലത്താനെ, ഇനി മുതൽ ഒന്നാം പപ്പൻ ഞാനാണ്. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്തേക്കും. ബെഡ് റെസ്റ്റ് വേണോന്നാ പറഞ്ഞത്. അത് വീട്ടിലെ ആകാമല്ലോ. അപ്പൊ നീ കല്യാണത്തിനില്ലെന്നാണോ? വരണോന്ന് ആഗ്രഹമില്ലഞ്ഞിട്ടാ? സാരല്ലടി, കല്യാണത്തിന് ശേഷമുള്ള നിന്റെ ആദ്യത്തെ വിരുന്ന് എന്റെ വകയാ. ആ, അതൊക്കെ പോട്ടെ. അനന്തപത്മനാഭ സാറിന്റെ അവസ്ഥ എന്തായി? ആ, പിന്നെ ഒന്നും അന്വേഷിച്ചില്ല. അമ്മമാര് വേണ്ട രീതിയിൽ അവിടെ പുള്ളിക്കാരനെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. കയ്യും കാലും ഒടിക്കലിൽ കുറഞ്ഞ് ഒരു നടപടിയും വല്യമോനില്ല. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അതെ, ഒന്ന് നിൽക്കൂ. വിനീത എന്നല്ലേ പേര്? അതെ. എന്നെ മനസ്സിലായിട്ടില്ലെന്നറിയാം. അനന്തുവിന്റെ അമ്മാവന. പക്ഷേ കുട്ടിയെ എനിക്കങ്ങനെ മറക്കാനാവില്ലല്ലോ. അനന്തുവിന്റെ വിവാഹ തലേന്ന് അവനെ തെരഞ്ഞ് വീട്ടിൽ വന്നിരുന്ന ഓർമ്മയില്ലേ? ആ വരവിൽ എന്തെല്ലാമാണെന്നോ തകർന്ന് തരിപ്പണമായത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ജീവിതം വലുതായിരിക്കാം, പക്ഷേ അയാൾ എന്നെ ചതിക്കാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഇല്ല, എല്ലാം കുട്ടിയുടെ തെറ്റിദ്ധാരണ. അവനാരെയും ചതിച്ചിട്ടില്ല. ബാധ്യതയുടെയും കടപ്പാടുകളുടെയും മുന്നിൽ അനന്തു ഒന്ന് തോറ്റുകൊടുത്തതേ ഉള്ളൂ. കുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാ അനന്തു നാട്ടിലേക്ക് വന്നത്. അവൻ വീട്ടിലേക്ക് വന്ന ദിവസം എന്റെ മകളുടെ വിവാഹത്തിന്റെ നിശ്ചയ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. സ്ത്രീധനമായി അവർ ആവശ്യപ്പെട്ടത് വലിയൊരു തുകയായിരുന്നു. അനന്തുവിന്റെ ഓരോ ബിസിനസിനും വേണ്ടി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി കൊടുത്തില്ല ഞാൻ. പിന്നെ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? അവന്റെ ബിസിനസ് ആണെങ്കിൽ ഉദ്ദേശിച്ച പോലെ എങ്ങ് എത്തിയതുമില്ല. എങ്കിലും സ്ത്രീധന തുക എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നു. സമാധാനായി. പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല. ഈശ്വരൻ തന്നെ അത് മുടക്കി. മകൾക്ക് മാനസിക വൈകല്യമുള്ള കാര്യം വരന്റെ ആൾക്കാരാണ്. എന്റെ മോള് തകർന്നു, ഞങ്ങളൊക്കെ തകർന്നു. എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് അനന്തുവിന്റെ അമ്മ ഒരു പോംവഴി കണ്ടെത്തി. അനന്തുവിനെ കൊണ്ട് ലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കുക. വിധി അവിടെയും എന്റെ കുട്ടിയെ തുണയ്ക്കാനുണ്ടായില്ല. അവൻ മറ്റേതോ ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്രേ. കൊടുക്കം എന്താ പറയുക, കണ്ണീരിന്റെയും കടപ്പാടിന്റെയും കണക്ക് പറഞ്ഞ് അമ്മ അവനെ അടിയറവ് പറയിച്ചു. എല്ലാം അറിഞ്ഞിട്ടും മാനസിക രോഗിയായ എന്റെ മകൾക്ക് വേണ്ടി ഏതൊരച്ഛനെയും പോലെ ഞാനും സ്വാർത്ഥനാവുകയായിരുന്നു. ലക്ഷ്മിയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുമ്പോഴും സഹതാപത്തിന്റെ പേരിലല്ല താൻ ഇത് ചെയ്യുന്നതെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ അനന്തു പരമാവധി ശ്രമിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ ലക്ഷ്മിക്ക് വീണ്ടും സമനില തെറ്റിയാലോ എന്നവൻ ഭയന്നു. അതുകൊണ്ടാണ് വിനീത വന്ന ദിവസം തീരെ അടുപ്പമില്ലാത്ത രീതിയിൽ അവൻ പെരുമാറിയത്. പക്ഷേ എന്റെ മകൾ, അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കുട്ടി അന്ന് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ട് പോയ ഉടൻ ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. ലക്ഷ്മി
അവളുടെ ശവദാഹത്തിന്റെ അന്ന് അനന്ത് വീട്ടിൽ നിന്നും പോയതാ. ഇതുവരെ അവരെ കുറിച്ച് ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ വിഷമത്തിൽ ഇവളെ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ആശുപത്രിയും മരുന്നുമായുള്ള ഈ ജീവിതം. മോളെ, എന്റെ മോൻ പാവം, അവനെ ശപിക്കരുത്. എന്റെ മോൾ ഒരിക്കലും ശപിക്കരുത്. എന്റെ അനുവാദമില്ലാതെ അനന്തുവിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണെന്നാ ചോദിച്ചത്. ആൾമാറാട്ടം നടത്തിയല്ല അവൻ ഇത്രയും കാലം ഇടുന്നത്. അതുതന്നെ കള്ളത്തര. അതും പോരാഞ്ഞ് വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞ് മോളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചില്ലേ? അങ്ങനെ എവിടെ നിന്ന് വന്ന ഒരുത്തം വിചാരിച്ചാ എന്റെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന് അമ്മാവൻ കരുതുന്നുണ്ടോ? അതില്ല, എന്നാലും പുകഞ്ഞ വെള്ളി പുറത്ത് എന്ന് കരുതിയാ മതി മോളെ. അത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല അമ്മാവ. ഗോപിയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അനന്തുവിനോടുള്ള എന്റെ പ്രതികാരം തീർക്കാൻ. അതെന്തിനാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾക്ക് ഞാൻ തന്നെ പരിഹാരം കണ്ടേ മതിയാവും. മോള് പറഞ്ഞോണ്ട് വരുന്നത് അനന്തുവിന്റെ മുന്നിൽ വെച്ച് തന്നെ ഗോപി എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുള്ളത് എന്റെ വാശിയാണ്. അതാണ് എനിക്ക് അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം. എന്താ മോളെ ഇത്? ഇനിയിപ്പോ ഞങ്ങൾ അവനെ എവിടെ പോയി തപ്പാനാ? അതൊന്നും എനിക്കറിയില്ല. എന്ന് അനന്തുവിനെ നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവരുന്നുവോ അന്ന് മാത്രമേ എന്റെ കല്യാണം നടക്കൂ. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ ജന്മത്ത് വിവാഹമേ വേണ്ട. ഈശ്വര, ഇത് വല്ലാത്ത പുലിവാലായല്ലോ. കല്യാണത്തിന് ഇനി 4 ദിവസമേ ഉള്ളൂ. ഇനി അതിനിടയ്ക്ക് ഇനി അന്ന് നീ പറഞ്ഞ പോലെ അവനെ തട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു സ്ഥിതി? തട്ടിക്കളയാൻ ഞാൻ പറഞ്ഞോ? പിന്നെ അന്ന് നീ എന്താ പറഞ്ഞു? അവനവിടെ ഇറക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഇനി തർക്കിച്ച് വെറുതെ സമയം കളയണ്ട. ഈ നിമിഷം മുതൽ ശങ്കരൻകുട്ടി അന്വേഷിച്ച്, അല്ല അനന്തുവിനെ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങുന്നു. അച്ഛനെ കത്തുവല്ലോണ്ടാ? ഇല്ല. ഇല്ല, അയക്കാരും ഇല്ല. പിന്നെ കണ്ടപ്പോ ചോദിച്ചെന്നുള്ളൂ. ഇന്ന് നല്ല സ്വഭാവത്തിലാണല്ലോ. കല്ലിന് വില കൂടിയത് കാരണം ഒരു നേരം നോക്കി ആശാനെ. അത് ശരി. മുല്ലയ്ക്കൽ വഴിയാണോ? അതെ. ഈ കത്തൊന്ന് കൊടുത്തേക്ക്. അനന്ത പത്മനാഭൻ. അനന്തൻ പരമൻ വളപ്പൊട്ടു. പരമൻ വളപ്പൊട്ടു. ഇനി നാട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൂടി അപമാനിക്കാനാവും അവളുടെ ഉദ്ദേശം. ഇല്ലനന്തു, തറവാട്ടിൽ നടക്കുന്ന തിരുമറികളെ കുറിച്ച് വിനീത കുഞ്ഞിന് എന്തൊക്കെയോ പിടികിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കറിയാടാ, ചിലപ്പോ നിന്നെ ഈ തവണ ശിക്ഷിക്കാനല്ല, നിന്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് അവള് വിളിക്കുന്നതെന്നുണ്ടെങ്കിലോ എന്ന് നീ ഊഹിക്കുന്നല്ലേ. ഇത് അവളുടെ ട്രാപ്പാണെന്ന് ഞാൻ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? പോട്ടെ, നീ അവിടെ അനന്തുമായിട്ട് ചെന്നാലല്ലേ നിന്നോട് അവൾക്ക് പ്രതികാരം ചെയ്യാൻ പറ്റൂ. അവൾക്ക് ആർക്ക് സംശയമില്ലാത്ത രീതിയിൽ നീ അവിടെ ഉണ്ടായ പോരെ. ഞാൻ ഇവിടെ കഴിയുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ നിന്ന് പോയേക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇനി അങ്ങോട്ടില്ല. എന്താ മോളെ, ഇനി റെഡി ആവുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, അനന്തുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഒരുങ്ങുകയുള്ളൂ. എന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ മുഹൂർത്തത്തിന് മുൻപ് തന്നെ അനന്തു ഇവിടെ വരും. മറിച്ചാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ആത്മഹത്യ പാപമാണെന്ന് എനിക്കറിയാം. പക്ഷെ വിനു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഏതായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ എന്റെ സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിലേക്ക് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അനന്തനെ അന്വേഷിച്ച് നാട് മുഴുവൻ ആള് വിട്ടല്ലോ. എന്നിട്ട് എന്തായി? എന്നോട് ഒരു വാക്ക് പറയാറുന്നില്ലേ? അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. അങ്ങൊന്നൊന്ന് മൂളിയാ മതി. അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇട്ടിരും. അവൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. കിട്ടിയിട്ട് ഞങ്ങളെ വിവരം അറിയിച്ചാ മതി. ശരി അങ്ങുന്നേ. ശങ്കരൻകുട്ടി ചേട്ടൻ എങ്ങോട്ടാ? ശങ്കരൻകുട്ടി ചേട്ടൻ എന്നെ തന്നെയാണ്. സന്തോഷം. എന്റെ പേരെങ്കിലും അതാണെന്ന് സമ്മതിച്ചല്ലോ. പേര് മാത്രല്ല, എല്ലാം ഞാൻ അറിഞ്ഞു. ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു മോളെ. അനന്തൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. എവിടെ എവിടെ ഉണ്ട് അനന്തൻ? എന്തായാലും മുഹൂർത്തത്തിന് മുൻപ് എത്തിക്കാമെന്ന് രവി ഏറ്റിട്ടുണ്ട്. അനന്തേട്ടൻ വരാതിരിക്കില്ല. മുല്ലയ്ക്കൽ അമ്മാവന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം. ഒന്നിനും മടിക്കാത്തവരാണവർ. അനന്തേട്ടൻ വരുമ്പോ ശങ്കരൻകുട്ടി ചേട്ടൻ ഇവിടെ ഉണ്ടാവണം.
ആൾക്കാർക്കെല്ലാം ഇവന്റെ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഈ വരണ സ്വീകരിക്കുന്ന തിരക്കിനിടയിലെ ചിലപ്പോ അവനങ്ങ് ഇടിച്ചു കയറിക്കളയും. ഏതായാലും ഈ നാസുരക്കാരെ കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നാസുരം, ആശാനെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ട അപ്പനെ വിവരം അറിയിക്കണം. ശരി തന്നെ. என்ன விஷயம் என்ன? അതൊക്കെ പിന്നെ പറയാം. என்னண்ணா പൊന്നിച്ചാമേ ஏங்க இந்த போட்டோல இருக்கிற ஆளை உள்ள விடக்கூடாதான், புரிஞ்சுதா? சாருங்க அது நான் பாத்துக்கிறேன். ஏன் அடிப்பா? நான் அடிக்கிற மாதிரி அடிப்பா, பாரந்த அடிப்பா. அட நீ ஒண்ணு அடிக்கிறத சொல்ல வேண்டிய அவசியம் இல்ல, அடிச்சா போதும், தெரிஞ்சுதா? நீங்க படிக்கண்ணா. மதி மதி இஞ்சி மாய்க்க അവിടെ നിന്നിട്ട് അടിക്കപ്പോ. എന്താ നാദസ്വരക്കാരെല്ലാം താടിക്കാരാണല്ലോ. നാദസ്വരോ അതോ താടിസ്വരോ? ആ മേളം കൊടുക്കട്ടെ കൊടുക്കട്ടെ. മോനെ അച്ചോളിനെന്തി അപ്പുറത്തുണ്ടാ? ആ വാ മോളെ. അനന്തു എവിടെ അമ്മാവാ? അവൻ എത്തേണ്ട സമയം കഴിഞ്ഞു. ചിലപ്പോ വല്ല ട്രാഫിക് ബ്ലോക്കോ മറ്റായിരിക്കും. ഏതായാലും മുഹൂർത്തത്തിന് എന്നെ വിവാഹം നടക്കട്ടെ. അത് നടക്കില്ലെന്ന് നേരത്തെ അമ്മാവനോട് പറഞ്ഞതല്ലേ? എന്താ മോളെ ഇത്? അനന്തുവിനോടുള്ള കണക്ക് തീർക്കലൊക്കെ വിവാഹത്തിന് ശേഷമാകാമല്ലോ. അത് പോരാ, അനന്തു എത്തിയാലേ എന്റെ വിവാഹം നടക്കും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒന്നും ആലോചിക്കാനില്ല. അവളെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകണം. കല്യാണം മാറ്റിവെച്ചതൊക്കെ പതിവാ. വിവാഹം മുടങ്ങിയ ദുഃഖം സഹിക്കാതെ വധു ആത്മഹത്യ ചെയ്തു. നീ പറഞ്ഞു വരുന്നത്? അത് തന്നെ. ആത്മഹത്യ ചെയ്യുന്നു കൂട്ടുകാരിയോട് ഫോണിൽ പറഞ്ഞില്ലേ, അത് തന്നെ തെളിവാ. ആ പിന്നെ അതിനു മുമ്പ് അവൾ എഴുതി വില്ല് കൈക്കലാക്കണം. വാ. അനന്താ താടി. അയ്യോ മുടി പോന്നു.
അങ്ങനെ അങ്ങനെ ഒരു പാവത്താനായി പല നാടും നഗരവും കടന്നു വന്ന ഈ പഴമ്പാണൻ ഭാഷയും വേഷവുമൊക്കെ മാറ്റി അങ്കത്തട്ടിൽ പറന്നുയർന്ന് പടവിളിച്ച് കൊയ്ത്ത് കഴിഞ്ഞ് തൻ്റെ പെണ്ണിനെയും സ്വന്തമാക്കി വിടവാങ്ങുകയായി. കണിയാൻ ഗണിച്ച ജാതകത്തിലെ ബുധനും ശുക്രനും കേതുവുമൊക്കെ അയാൾ കകമ്പടിയായി പുഴക്കക്കരേക്ക് പൂനിലാ പാടത്തേക്ക് യാത്രയാവുകയായി.